السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. عن عبد الله بن عمرو بن العاص رضي الله عنهما قال رسول الله صلى الله عليه وسلم: إن المقسطين عند الله على منابر من نور الذين يعدلون في حكمهم وأهلهم وما ولوا. റവാഹു മുസ്ലിം. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: തീർച്ചയായും നീതിമാന്മാർ അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രകാശത്തിൻ്റെ പീഠങ്ങളിൽ ഉപവിഷ്ടരായിരിക്കും. വിധിപ്രഖ്യാപനത്തിലും കുടുംബത്തിലും ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും നീതി കാണിക്കുന്നവരാണവർ. നീതിമാന്മാർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഉന്നത സ്ഥാനത്തെക്കുറിച്ചാണ് ഈ ഹദീസിൽ വിവരിക്കുന്നത്. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദർശനം ഉണ്ടാകുന്ന സദസ്സിൽ വെച്ച് വ്യത്യസ്ത ഇരിപ്പിടങ്ങളിലാണ് സ്വർഗവാസികൾ ഇരിക്കുന്നത്. അതിൽ ഏറ്റവും ഉയർന്ന ഇരിപ്പിടമാണ് പ്രകാശത്താലുള്ള ഇരിപ്പിടം. അതിനുശേഷമാണ് രത്നത്തിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മറ്റും ഇരിപ്പിടങ്ങൾ ഉള്ളത്. അത്രയും ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നീതിമാന്മാർ. മഹ്ശറയിൽ വെച്ച് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാതെ തണലില്ലാത്ത അവസരത്തിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗക്കാരിൽ ആദ്യത്തെ വിഭാഗം നീതിമാന്മാരായ ഭരണകർത്താക്കളാണ്. നീതി അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള ഗുണമാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു: വഅഖ്സിതു ഇന്നല്ലാഹ മഅൽ മുഖ്സിതീൻ. നിങ്ങൾ നീതി പാലിക്കുക, തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. മുഴുവൻ മനുഷ്യരും ഏതെങ്കിലും നിലയിൽ ഭരണം നടത്തുന്നവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യമായ ഗുണമാണ് നീതി. ഹദീസിൽ വരുന്നു: കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്, നിങ്ങൾ എല്ലാവരും തൻ്റെ ഭരണീയരെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്: രാജാവ് മുഴുവൻ ജനങ്ങളുടെയും ഭരണകർത്താവാണ്, അവരെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവനാണ്. ഒരു പുരുഷൻ അവൻ്റെ വീട്ടുകാരുടെ ഭരണകർത്താവാണ്, അവരെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവനാണ്. ഓരോ സ്ത്രീയും അവരുടെ ഭർത്താവിൻ്റെ മക്കളുടെ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലും ചുമതല ഉള്ളവളാണ്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. ഒരു അടിമ യജമാനൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉള്ളവനാണ്, അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവനാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഭരണകർത്താക്കളാണ്, ഭരണീയരെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ്. ഈ ഹദീസിൽ നിന്നും ആരും ഭരണത്തിൽ നിന്നും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നാം ഓരോരുത്തരോടും പ്രധാനമായി ചോദിക്കപ്പെടുന്നത് നമ്മുടെ കീഴിലുള്ളവരോട് നീതിപൂർവം പെരുമാറിയോ എന്നായിരിക്കും. അതുകൊണ്ട് നീതി പാലിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട്, ഞാൻ എൻ്റെ ഒരു മകന് അടിമയെ ദാനമായി നൽകി എന്നും താങ്കൾ അതിന് സാക്ഷിയാകണമെന്നും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിന്റെ എല്ലാ മക്കൾക്കും അതുപോലെ ദാനം ചെയ്തോ എന്നായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അത് ശരിയല്ല, അനീതിയായ കാര്യത്തിൽ ഞാൻ സാക്ഷി നിൽക്കുകയില്ല എന്നായിരുന്നു തങ്ങളുടെ മറുപടി. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന സംഭാവനകളിൽ പോലും നീതി പാലിക്കണമെന്ന് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മിക്കവാറും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും പേരിലാണ് ജനങ്ങളുടെ ഇടയിൽ അനീതി സംഭവിക്കുന്നത്. എന്നാൽ സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു: വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ.
ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക. അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ സന്ദർഭത്തിലും നീതിയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.